Good afternoon to all. Good afternoon. Good afternoon. Yeah, good afternoon. Start ചെയ്യാം നമുക്ക്. Okay, ma'am. Okay. Yes, ma'am. Can you start straight, ma'am? Yes, ma'am. Yeah, okay. Start with prayer. There shall be showers of blessings. This is the promise of Lord. There shall be seasons refreshing, sent from the Savior above. Showers of blessings we need. Mercy drop round us are falling, but for the showers we plead. There shall be showers of blessing, with the rewinding again. Over the hills and the valleys, sound of a band of rain. Showers of blessings we need. Mercy drop round us are falling, but for the showers we plead. Okay, Sabi. Next. Good afternoon, all. My name is Neetu Krishna from PG Diploma Batch of Montessori. Signing in behalf of all my dear friends, today I warmly welcome our beloved Ashwati ma'am, all my dear friends, and the wonderful team who support us from the backstage to the 2025 batch of Montessori batch conducted by Smartstreet. Thank you. Yeah. Okay. Then. Okay. Good afternoon, all. I'm Manupriya. Don't be stressed over something in the past, because there is nothing you can do to change it. Focus on your present and create your future. I repeat, don't be stressed over something in the past, because there is nothing you can do to change it. Focus on your present and create your future. Thank you. Have a nice day. Okay, yeah. Okay, all. How are you all? Fine, ma'am. Fine, ma'am. Good, ma'am. Good. Fine. Okay, lunch കഴിച്ചു എല്ലാവരും? No, ma'am. No, ma'am. കഴിച്ചില്ല. Okay, ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാനാണോ? Yes. Yes. Yes, ma'am. Yeah. അപ്പൊ നിങ്ങൾക്ക് നാളെയാണ് സെലിബ്രേഷൻ അല്ലേ? ഫിക്സ് ചെയ്തോ? Yes, ma'am. Yes, ഫിക്സ് ചെയ്തു. പ്രിപ്പയർ ചെയ്ത് എല്ലാവരും സെറ്റ് ആണോ? Yes, ma'am. എന്താണ് ആക്റ്റീവ് ആണോ എല്ലാവരും? Yes, ma'am. Yeah. Yes, Okay. ma'am. Yeah. മോക്ക് ടെസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു, ma'am. നല്ലതായിരുന്നു. ഓക്കെ, കൂളായിരുന്നു. സമാധാനായി. ഇങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരാ. ഓക്കെ ആണോ? പേടിക്കുന്ന പോലെ ഒന്നുമില്ല. മാം മോക്ക് ടെക്സ്റ്റിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാമോ? ആ, ക്വസ്റ്റ്യൻ പറയൂ. ആക്ച്വലി ക്വസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആർക്കെങ്കിലും അറിയാമോ ക്വസ്റ്റ്യൻ? ഏത് ക്വസ്റ്റ്യനാ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞാ മതിയോ? ഇപ്പൊ വേണോ? മാം നോക്കിയിട്ട് പറയാം. നെക്സ്റ്റ് ക്ലാസ്സിലായാലും പറയാം. ഓക്കെ, എന്റെ കയ്യിൽ നോട്ട് ഒന്നുമില്ല. ഓക്കെ, അത് ഒഴിച്ച് ബാക്കി എല്ലാം ക്ലിയർ ആയിരുന്നോ നിങ്ങൾക്ക്? എങ്ങനെയാണ് എക്സാം വരാന്ന് മോഡൽ മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വരാന്നുള്ളത്? ഓക്കെ, ഫ്രീ ആയി. മാം, നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ലുപ്ന തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഞാനത് ഗ്രൂപ്പിലിട്ട് എല്ലാരും അറ്റൻഡ് ചെയ്ത് അടിപൊളിയാന്ന് പറഞ്ഞു. ഓക്കെ,
പിന്നെന്താ, നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ കടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. ഓക്കെ ആണോ എല്ലാവരും? റെഡിയാണോ? സംസാരിക്കാൻ റെഡിയാണോ? ഓക്കെ, നമ്മുടെ ലൈഫില് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും അല്ലെ? മെമ്മറബിൾ മൊമെന്റ്സ് എന്ന് പറയുന്ന ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവാം അല്ലെ? അല്ലേ? അതെ. അങ്ങനെ ഒരു മൊമെന്റ് ഏതാന്ന് പറയാവോ? അതിപ്പോ അങ്ങനെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വന്നത്? ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് അല്ലെ? എനിക്ക് മറക്കാൻ പറ്റാത്തത് എനിക്ക് ആദ്യമായിട്ട് മോളുണ്ടായതാ എന്റെ ലൈഫില്. ഓക്കെ, മഞ്ജുരാജ്, ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു, എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? ഹെൽത്ത് ഓക്കെ ആയോ? കുഴപ്പമില്ല. ഇന്ന് ഇവിടെ അനിയത്തിയുടെ ട്യൂഷൻ ക്ലാസ്സിന് ക്ലാസ്. ഞാനിപ്പോ എന്റെ വീട്ടിലാണ്, തൊട്ടപ്പുറത്തെ അമ്മയുടെ വീട്. പിന്നെ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങളിൽ ഒരു ഓവറി മാറ്റിയിട്ടുണ്ട്, ഒരു ഓവറി ഉള്ളൂ. അപ്പൊ മുതലേ കുട്ടികൾ അങ്ങനെ അമ്മ പറയും കല്യാണം ഇല്ല, നീ അതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നൊക്കെ പറയും. മനസ്സിലായ? അങ്ങനെ പറഞ്ഞു വളർത്തിയ. പക്ഷെ എങ്ങനെയോ ഒരാളെ കിട്ടി. അപ്പൊ കുട്ടിയുണ്ട്. അതാണ് എന്റെ ലൈഫില്. ഇപ്പൊ 2 കുട്ടികളുണ്ട്, 2 പേരുണ്ട്. പക്ഷെ എനിക്ക് ലൈഫിൽ അതാണ് മോൾ ഉണ്ടായതാണ്. ഓക്കെ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. അതെ. ഓക്കെ, അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ കേട്ടോ, ഓപ്പൺ ആയിട്ട് പറയാം. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫും ഒരുപാട് ഡിഫറെന്റ് ആണ് അല്ലെ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോ പറഞ്ഞു വന്നത് എല്ലാവരുടെ ലൈഫും പല രീതിയിലാണ്. ചിലപ്പോ ഇപ്പോ ഓരോരുത്തരിപ്പോ നമ്മള് ഹാപ്പി ആയിട്ട് കാണാമെങ്കിലും ഒരുപാട് ചിലപ്പോ വിഷമങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാവാം അല്ലെ? എല്ലാവരുടെ ലൈഫും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും ഫുൾ ടൈം സന്തോഷിക്കുക അങ്ങനെയൊന്നുമല്ല. സോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ എങ്ങനെയാണ്? ഫ്രണ്ട്സ് ആണ് നിങ്ങൾ എല്ലാവരും? ഒരു ബോണ്ടിങ് വന്നോ? യെസ്, ജസ്റ്റ് ഒരു ഫാമിലി പോലെയാണ് ഇപ്പൊ എല്ലാവർക്കും അല്ലെ? അതെ, എല്ലാ മോണ്ടിസോറി ക്ലാസ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു ഫാമിലിയാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. അപ്പോ എന്താണെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ അത് എന്താണെങ്കിലും ചിലപ്പോൾ മോട്ടിവേഷൻ ആകാം. ഒരാളുടെ പറയുന്ന ഒരു എക്സ്പീരിയൻസ് മറ്റൊരാൾക്ക് അത് മോട്ടിവേഷൻ ആകാം. മനസ്സിലായോ? അപ്പൊ എന്താണെങ്കിലും പറയാൻ പറ്റുന്ന ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വെച്ച് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ മാം. അപ്പൊ പറയൂ, എന്താണ് മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ഏതാണ്? ഏറ്റവും സന്തോഷം തോന്നിയ ആ ഒരു നിമിഷം. എല്ലാവർക്കും മക്കള് ജനിച്ചതാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തൊരു മൊമെന്റ്, അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? മാം ഞാൻ പറയട്ടെ. പറയൂ. എന്റെ തേർഡ് പ്രഗ്നൻസി ഒരു സർപ്രൈസിങ് ആയിരുന്നു. അപ്പോ അത് ഒരു പ്രതീക്ഷിക്കാത്തതായിരുന്നു. സ്കാൻ ചെയ്യുമ്പോ 1 മന്ത് കഴിഞ്ഞ് സെക്കൻഡ് മന്ത് സ്കാൻ ചെയ്യുമ്പോ ഡോക്ടർ ആ സ്കാൻ ചെയ്യുന്നത് ഇങ്ങനെ വയറിൽ ഇങ്ങനെ വെച്ചപ്പോ എന്നെ ട്വിൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് അത് കേട്ടപ്പോ ഒരു സർപ്രൈസ് ആയിട്ട് തോന്നി, സന്തോഷമായി. അതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. അത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഇത്. അപ്പൊ ട്വിൻസാന്ന് പറഞ്ഞപ്പോ ഒരു ഹാപ്പിയായി. ഓക്കെ, താങ്ക് യു. നമുക്കത് പറയുമ്പോ തന്നെ നമുക്ക് സന്തോഷാണല്ലേ? ഓക്കെ, പിന്നെ അയന സംസാരിക്കൂ. ഞാനിതുപോലെ ഹോസ്പിറ്റലിൽ ഇരിക്കായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ എൻ്റെ ഒരു കസിൻ വിളിക്കണേ, ഒരു ഷൂട്ടിംഗ് ഉണ്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഇതിനെ കുറിച്ച് അഭിനയിക്കണം എന്ന് അറിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്തിട്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചു ഫോട്ടോയെങ്കിലും എടുക്കാലോ എന്ന് വിചാരിച്ചു പോയതാണ്. അങ്ങനെ ഒരു ചാൻസ് കിട്ടി. ഒരു 3-4-5 ദിവസമൊക്കെ പോയി. പോയോ? ഹലോ മാം. ഉണ്ണിയുള്ള കാരണം ഉണ്ണിയുണ്ടായിരുന്നു. അങ്ങനെ പോയി ഒരു 3-4-5 ദിവസം അഭിനയിച്ചു. അപ്പൊ അങ്ങനെ കുറെ ആക്ടേഴ്സിനൊക്കെ കാണാൻ പറ്റി.
ഫോട്ടോ എടുക്കാൻ പറ്റി. അതൊട്ടും വിചാരിക്കാത്ത സമയത്തായ കാരണം അതൊരു ഭയങ്കര മൊമെന്റ് തന്നെയായിരുന്നു. അതും ആദ്യമായിട്ട് തന്നെ ചെന്നപ്പോ തന്നെ അത്യാവശ്യം സ്ക്രീനിൽ കാണാനും ഉണ്ടായിരുന്നു. എല്ലാരും കൂടി ഫാമിലിയൊക്കെ പോയി കണ്ടപ്പോ അതൊരു സന്തോഷം. അല്ല മൂവി ഏതാണ്? ഞാനും കാണാലോ. മൂവി ഇപ്പൊ കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല അധികാരം. അങ്ങനത്തെ ഒരു പേരാണ്. കാരണം വെച്ചാൽ അത് ആ സമയത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോ ഭയങ്കര ഇതൊക്കെയായിരുന്നു. പക്ഷെ അത് വിചാരിച്ച അത്രയ്ക്കൊന്നും ഹിറ്റായി ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു പടമായിരുന്നു. പറ മൂവി പറ. ഓക്കെ ഓക്കെ മിസ്സേ മൂവി ഞങ്ങളെല്ലാരും കാണാന്ന് പറയൂ. പറയാൻ പറയൂ മൂവിയുടെ പേര്. ആ മൂവി നെയിം പറയൂ അയന. മൂവിയുടെ പേര് എല്ലാരും കാണാം. ഹോസ്പിറ്റൽ. എന്തോ കേട്ടില്ല. കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ. കേട്ടിട്ടുണ്ടാവും. ടൈപ്പ് ചെയ്ത് വിടാൻ പറയൂ. ഞങ്ങളെല്ലാരും ആ പടം കണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യൂ അയന, ലിങ്ക് ത്രില്ലായാലോ. ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും കാണട്ടെ. Okay, Subi, the team nobody is allowed to enter without permission. Yeah. ഇതില് ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു സുബി, ഓർമ്മയുണ്ടോ? നോബഡി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇൻട്രോഗേറ്റീവ് പ്രോനൗണും പിന്നെ പൊസസീവ് പ്രോനൗൺ, ഇൻഡെഫിനിറ്റ് പ്രോനൗണും റിഫ്ലെക്റ്റീവ് പ്രോനൗണും 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതില് നോബഡി എന്ന് പറയുന്ന കീവേഡ് ഏത് പ്രോനൗണിലാണ്? ഞാൻ മറ്റേ ഇതിനകത്തെ ഇൻഡെഫിനിറ്റ് പ്രോനൗണിനകത്ത് ഇട്ടത്. അതാണ് കറക്റ്റ്. അതാണ്. പക്ഷെ അത് റോങ് ആയിട്ട് എനിക്ക് വന്നത്. എനിക്ക് തോന്നുന്നു എന്തോ ക്രോസ് ആയിട്ടാ വന്നത്. റോങ് ആൻസറിനാ വന്നത്. അത് ഞാൻ ചോദിച്ചത്. റോങ് ആൻസർ ആയിരുന്നോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ വന്നേ? അതിനകത്ത് ഒറ്റ എന്റെ തെറ്റിയതേ ഉള്ളായിരുന്നു. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എനിക്ക് തന്നെ ഒരു ഡൗട്ട് ആയിരുന്നു. അപ്പം അതെന്തുവാണെന്ന് ആണോ? ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇതുവരെയും അങ്ങനെ ആരും മിസ്റ്റേക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആണ്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ. ഓക്കെ, നോബഡി എന്ന് പറയുമ്പോൾ ഇൻഡിഫിനൈറ്റ് പ്രോണോൺ ആണ് കറക്റ്റ് ആൻസർ വരാം. ഓക്കെ ഓക്കെ സുബി. ഇപ്പൊ സുബി പറയൂ അങ്ങനെ ഒരു മൊമെന്റ്. ഇപ്പൊ എന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു. അത് പോയിട്ടുണ്ട് പേഴ്സണലാ, എന്നാലും ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഒരു വ്യക്തിയുടെ കൂടെ റിലേഷൻഷിപ്പിലായിരുന്നു. ബിഫോർ മാരേജിന്റെ കാര്യം പറഞ്ഞത്. റിലേഷൻഷിപ്പിന് നോർമൽ ലൈക് വി വർ ഗോയിങ് ടു ഗെറ്റ് മാരിഡ്. സോ 4 വർഷം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പെട്ടെന്ന് ഒരു കല്യാണം വന്നു. അപ്പൊ എന്റെ വീട്ടിൽ എല്ലാവർക്കും അറിയായിരുന്നു ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് അറൌണ്ട് ആൻഡ് വി വോണ്ട് ടു ഗെറ്റ് മാരിഡ്. ബട്ട് എനിക്ക് പെട്ടെന്ന് ഒരു കല്യാണം വന്നപ്പോൾ എന്റെ മദർ ചെറുക്കനെ അറിയായിരുന്നു. അപ്പൊ ചെറുക്കനോട് ചോദിക്കൂ, ഇതുപോലെ അവക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, നല്ലൊരു ആലോചനയാ, നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കല്യാണം കഴിപ്പിക്കാൻ, പക്ഷെ നീ അവളെ കല്യാണം കഴിക്കുവോ ഇല്ലെന്ന്. അപ്പം അവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാം, പക്ഷെ എനിക്ക് 2 ഇയേഴ്സിന്റെ ഗ്യാപ്പ് വേണം. ബിക്കോസ് അവന്റെ സിസ്റ്ററുടെ മാരേജ് കഴിഞ്ഞാലേ അവന് എന്റെ കാര്യം അവന്റെ പപ്പയോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പപ്പയോട് സംസാരിക്കാൻ പറ്റും. വീട്ടിലെല്ലാവർക്കും അറിയാം, അമ്മയ്ക്ക് അറിയാം, പക്ഷെ പപ്പയ്ക്ക് അറിയത്തില്ല. എന്റെ വീട്ടിലെല്ലാവർക്കും അറിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പയോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അവർ പറയോ യെസ് പറയുവാണെങ്കിൽ ഞാൻ ചെയ്യൂ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. അപ്പം മൈ മദർ ടോൾഡ് ഇൻ ദാറ്റ് കേസ് നമ്മൾ ഓപ്ഷനിൽ വെക്കാൻ പറ്റത്തില്ല. 2 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫാദർ പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അപ്പം അവള് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആ ടൈം വേസ്റ്റ് ആകും. അതുകൊണ്ട് പറ്റത്തില്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ പിന്നെ എന്റെ വീട്ടിലോട്ട് വന്നപ്പോൾ he thought that I might be waiting for 2 years and but doesn't happen because I have to go with my parents. So after that he cried a lot. He came to my house, he cried a lot. He told that at least you can wait for me for 2 years. But there was a gap that if a person said like ഒരു ട്രൂ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റും, ഓക്കെ, ഒരു കോൺഫിഡൻസ് തരാൻ പറ്റുമായിരുന്നെങ്കിൽ ആ 2 വർഷം വെയിറ്റ് ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം, എന്റെ പേരൻസ് എഗെയിൻസ്റ്റ് ആയാലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഒന്നിച്ചായിരുന്നു. പക്ഷേ
അതങ്ങനെ ഒന്നും നടന്നില്ല. ടുഡേ ഓൾസോ ഐ എം ഇൻ കോൺടാക്ട് വിത്ത് ഹിം. വി ആർ എ ഗുഡ് ഫ്രണ്ട്സ്. ബട്ട് യെസ്, the things we planned, that didn't happen. എനിക്ക് മറക്കാൻ പറ്റാത്ത ആ ഒരു ദിവസമാണ്. Yeah, okay, just wait a second. ഹലോ, ഒന്നും കേൾക്കണില്ല. ആരും ഒന്നും പറയല്ലേ? ഇതിനാരും ഒന്നും പറഞ്ഞില്ല. അതെല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. തുറന്നു പറയാൻ തോന്നിയത് നന്നായി. എല്ലാവർക്കും ചിലപ്പോ സ്നേഹിച്ചാളെ കിട്ടുന്നതില്ലല്ലോ, അതുകൊണ്ട് വിഷമിക്കണ്ട അല്ലേ? Yeah. ഇപ്പൊ നല്ല ഫ്രണ്ടായിട്ട് തുടരണല്ലേ, അതങ്ങനെ തന്നെ പോട്ടെ. നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. ഫാമിലി ഫസ്റ്റ്. Okay, സുബി ആളായിട്ട് എപ്പോഴും കോണ്ടാക്ട് ഇല്ലേ? നമ്മൾ രണ്ടുപേരും ആസ് ഇൻ ഗുഡ് ഫ്രണ്ട്സ് കോൺടാക്റ്റിലുണ്ട്. ഓക്കെ, ആളിപ്പോ എന്താ ചെയ്യാ? വർക്കിംഗ് ആണോ? സെറ്റ് ആയോ ഇപ്പോ? പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്, നേഴ്സാ. ഹസ്ബൻഡ് വൈഫ് മീൻസ് അവര് ആ പയ്യൻ കെട്ടിയത് ഒരു നേഴ്സ് തന്നെ, അവനും നേഴ്സാ. ഓക്കെ ഓക്കെ. They have been settled in New Zealand. ലൈഫിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല സംഭവിക്കുക. ഓക്കെ, Yes, ma'am. സോ അപ്പോ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, നമ്മൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യാം മാക്സിമം. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയാം. ഇനി അങ്ങോട്ട് ഓരോ നിമിഷം, ഓരോ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മള് നാളെ എന്താവോ നമുക്ക് അറിയില്ല, ശരിയല്ലേ? നാളെ മോർണിംഗ് നമ്മള് എഴുന്നേൽക്കോ ഇല്ലയോ എന്ന് പോലും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, അറിയില്ല. ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല നാളെ എന്താണെന്ന്. സോ ഇന്ന് എത്രത്തോളം സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുമോ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. ഓക്കെ, അത് ഞാൻ കോമൺലി ഞാൻ പറഞ്ഞാണ് കേട്ടോ, എല്ലാവരോടും പറഞ്ഞാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ അല്ലെ? നമ്മുടെ ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് ആണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും എല്ലാവരും ലൈഫിലുണ്ടാവാം. എല്ലാവരും ജനിച്ചപ്പോ മുതലേ ഇതുവരെയും ഹാപ്പി ആയിട്ടാണോ? ഒരിക്കലും ഇല്ല. സങ്കടങ്ങൾ ഇല്ലാത്ത മനുഷ്യന്മാരില്ല. അതൊക്കെ റിയലൈസ് ചെയ്യാ, ഫോർവേഡ് ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമ്മള് ഫേസ് ചെയ്യാം. എന്ത് ഇഷ്യൂ ആണെങ്കിലും എന്താണെങ്കിലും ഫേസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ കേട്ടോ, സംസാരിക്കുന്നതാണ് ഏറ്റവും നമുക്ക് കുറെ ഷെയർ ചെയ്യുമ്പോ മറ്റുള്ളവർക്ക് കൂടെ അത് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, ദെൻ സുബിയുടെ ഫാമിലി ലൈഫ് എന്ന് പറയും. ലൈഫ് മീൻസ് ഫാമിലി എങ്ങനെയൊക്കെയാണ് പറയൂ. ഫാമിലിയില് ഹസ്ബൻഡ് ഉണ്ട്, 3 പിള്ളേരുണ്ട്, മദറിലോ ഉണ്ട്, ഫാദറിലോ ഉണ്ട്. എവിടെയാണ് സ്ഥലം? എവിടെയാ? കോന്നി, പത്തനംതിട്ട. ഓക്കെ ഓക്കെ ഓക്കെ. സുബി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ മറന്നു പോയിട്ടോ. ആക്ച്വലി ഞാൻ ഇപ്പോഴും വർക്കിംഗ് ആണ്, വർക്ക് ഫ്രോം ഹോം ആ എനിക്ക്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇപ്പൊ ഷിഫ്റ്റ് ആഴ്ച തന്നെയാണ്. പക്ഷെ ഞാൻ എന്റെ ലഞ്ച് ബ്രേക്ക് 1 hour ലഞ്ച് ബ്രേക്ക് ഞാൻ ഈ സമയത്തിൽ അങ്ങ് എടുക്കും. എന്റെ ക്ലാസിന്റെ സമയത്ത് ഞാൻ ലഞ്ച് ബ്രേക്ക് എടുക്കും. രാവിലെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നത് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും, 6:30 ആവും. മക്കളൊക്കെ 3 പിള്ളേരുണ്ട്. ഏറ്റവും മൂത്ത കുട്ടി 1ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ കുട്ടി UKG-യിലാണ്, മൂന്നാമത്തെ കുട്ടി 2.5 വയസ്സേ ഉള്ളൂ. സുബി നാട്ടിൽ തന്നെ ആയിരുന്നോ? ഈ പുറത്തെവിടെയെങ്കിലും ആയിരുന്നോ? ഇല്ല മാം, നാട്ടിലല്ലായിരുന്നു. ഞാൻ ബ്രോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഡൽഹിയിലായിരുന്നു. ഓക്കെ, പിന്നെ കല്യാണം കഴിച്ചിട്ട് സെക്കൻഡ് പ്രഗ്നൻസി കൺസീവ് ചെയ്തു. 4 months ആയപ്പോൾ ഞാൻ റിസൈൻ ചെയ്തിട്ട് നാട്ടിലോട്ട് വന്നു. ബിക്കോസ് ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഫസ്റ്റ് ബേബിയും സെക്കൻഡ് ബേബിയും ഒത്തിരി അടുപ്പിച്ചായിരുന്നു. ബിക്കോസ് മൂത്ത കുട്ടിക്ക് ഇപ്പം രണ്ടുപേർക്കും 1 വയസ്സിന്റെ കറക്റ്റ് ആയിട്ട് വ്യത്യാസം വരുന്നില്ലായിരുന്നു. 15 months വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഒത്തിരി അടുപ്പിച്ചായിരുന്നു. അതുമല്ല എന്റെ ആദ്യത്തെ ഡെലിവറി എന്ന് പറഞ്ഞാൽ സിസേറിയൻ ആയിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ രണ്ടാമത്തെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺസീവ് ചെയ്യുമ്പോൾ അത് സ്റ്റിച്ചസ് ഒക്കെ പൊട്ടിപ്പോവാനും അങ്ങനെ ബുദ്ധിമുട്ട് വരുമായിരുന്നു. അപ്പൊ ഡോക്ടർ എനിക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതേ പക്ഷേ നാട്ടിലോട്ട് വന്നു, കെട്ടിയന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. ബിക്കോസ് നമുക്ക് ആ സമയത്തിന് എന്റെ മോം നേഴ്സാ.
പുള്ളിക്കാരത്തി അവിടെ ഡൽഹിയിൽ തന്നെ വർക്കിംഗ് ആയിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നാട്ടിൽ വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമായിരുന്നു. അപ്പം ആസ് യു സേ ദാറ്റ് അമ്മയ്ക്ക് ഒരിക്കലും മദർ ആകാൻ പറ്റത്തില്ല. അപ്പം എന്നിട്ടും നമ്മള് നാട്ടിൽ വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ ദി ലാംഗ്വേജ്. എനിക്ക് മലയാളം അറിയത്തില്ലായിരുന്നു. ഈ ഒരു കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ ഇത്രയും മലയാളം സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും എന്നോട് പറയുവാണെങ്കിൽ അക്ഷരങ്ങൾ എന്തെങ്കിലും വായിക്കാനോ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ കുറെയൊക്കെ നമ്മൾ അക്ഷരങ്ങൾ ഫസ്റ്റ് വരെയുള്ള നമുക്ക് കൂട്ടക്ഷരങ്ങൾ വരത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കൂടെ ഇരുന്ന് ആ അക്ഷരങ്ങളൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. സോ ആസ് ഐ ക്യാൻ സേ എന്റെ മെന്റർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കാനായിട്ട് എന്റെ മൂത്ത മോന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എപ്പോഴും. അമ്മ ഇത് ആയാ ഈയുടെ മാത്രയാ അങ്ങനെയൊക്കെ ചിഹ്നങ്ങളും അങ്ങനെ കാര്യങ്ങൾ അവൻ പറഞ്ഞു തരും. സോ കുറച്ച് നാളായിട്ടൊരു മലയാളം വായിച്ചില്ല മീൻസ് പറയാൻ തുടങ്ങിയതും ഇത്രയും ഫ്ലുവന്റ് ആയതും ഇപ്പം കുറച്ച് നാളായിട്ട് ഉള്ളൂ. അപ്പൊ അതിൻ്റെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട്. ബിക്കോസ് നോർത്ത് എന്ന് പറഞ്ഞാൽ വെരി ഹാപ്പനിങ് ആ, ഫുഡും ലാംഗ്വേജും ക്ലോതിങ്ങും എല്ലാം ഡിഫറെന്റ് ആ. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ഒരു 360 ഡിഗ്രിയുടെ റിവേഴ്സാ. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴും ബുദ്ധിമുട്ട് വരും, പക്ഷെ വി ഹാവ് നോ ഓപ്ഷൻസ്, യു ഹാവ് ടു ഡു ഇറ്റ്. സോ അതിപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ സുബ, എനിക്ക് സുബിയുടെ സംസാരം കേട്ടപ്പോ തോന്നി നാട്ടിലല്ല എന്ന് തോന്നി. ഓക്കെ അപ്പൊ മോണ്ടിസോറിലേക്ക് വരാൻ കാരണം? മാം, മോണ്ടിസോറി എന്റെ ഡ്രീം ആയിരുന്നു. To be very honest, it's my dream. The dream which I have taken from my 12th class. ടീച്ചർ ആകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനാൻഷ്യൽ കണ്ടീഷൻ അങ്ങനെ അല്ലായിരുന്നു. ഓക്കെ മാക്സിമം ഇപ്പോ എന്താണ് ഒരുപാട് നമുക്ക് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയവര് ടീച്ചറായി ജോലി കയറിയവരുണ്ട് ഒരുപാട് പേര്. കാരണം ഇത് കഴിയുമ്പോ ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഇന്റേൺഷിപ്പിലേക്ക് പോകും കുറച്ച് പേരൊക്കെ. നമുക്കും പോവാട്ടോ അങ്ങനെ, അവിടെ നിന്ന് ഓഫർ ലെറ്റേഴ്സ് ഒക്കെ തരും. സോ അങ്ങനെ ഇന്റേൺഷിപ്പിൽ പോവാൻ ചിലപ്പോ അവിടെ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ കിട്ടിയവരുണ്ട് കേട്ടോ. ഇന്റേൺഷിപ്പിൽ പോയിട്ട് അവിടെ തന്നെ അവരോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് അത്യാവശ്യം ഒരു സ്കില്ല് വേണം. അതായത് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്ക് സബ്ജക്ട് വൈസ് മാത്രമല്ല അവരെ നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ രീതിയിലൊക്കെ മുന്നോട്ട് പോവാം. അതൊക്കെ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുറച്ച് ക്ഷമയുള്ളൊരു ജോലിയും കൂടിയാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ, അതും കുഞ്ഞു മക്കളെയാകുമ്പോൾ പ്രത്യേകിച്ച്. സോ അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. ടീച്ചിങ്ങിന്റെ കാര്യങ്ങളും എല്ലാം വഴിയെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം എല്ലാവരും കേട്ടോ. ഓക്കെ, നാട്ടിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളതാ നമുക്ക് എവിടെയെങ്കിലും ടീച്ചറായിട്ട് ജോലി കയറണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ കെട്ടി വെക്കണം. അപ്പം എനിക്കറിയത്തില്ല, എനിക്ക് നാട്ടിലത്തെ രീതി എനിക്ക് അങ്ങനെ അറിയത്തില്ല. ബിക്കോസ് ഇപ്പം കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം കുറച്ച് നാളായിട്ടുള്ളൂ വർക്ക് ഫ്രോം ഹോം ജോയിൻ ചെയ്തത്. അപ്പം ഇത് ജോയിൻ ചെയ്ത റീസൺ ഇത് തന്നെയാ, എനിക്ക് ടീച്ചിങ് പഠിക്കണം. അത് എന്റെ വാശിയാ. ബിക്കോസ് അങ്ങ് ഒരു സപ്പോർട്ട് ഇല്ല. സോ നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്യണം. ബിക്കോസ് ഇത്രയും നാൾ ചെയ്തു, 10 വർഷമായി കല്യാണം കഴിച്ചിട്ട് ചെയ്യുന്നത് എല്ലാം ഫാമിലിക്ക് വേണ്ടിയാണ്. പക്ഷെ ഇഫ് യു വോണ്ട് ടു ലിവ്, ഇഫ് യു ഹാവ് ടു സർവൈവ്, യു ഹാവ് ടു ഡു ഫോർ യുവർ സെൽഫ്. ഇഫ് യു വുഡ് നോട്ട് ഗിവ് എ ടൈം ഫോർ യു, then people would throw you out. Because നമ്മളുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നമ്മളെ കളയും. അത് മീൻസ് അത് നമ്മുടെ മുമ്പിലോട്ട് ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് ഒരു നമുക്ക് വേണ്ടി ഒരു സെക്യൂർ ലൈഫ് ആയിരിക്കും. ബിക്കോസ് ഞാൻ നേരത്തെ തൊട്ട് ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. 8-9 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലി വിട്ടപ്പോൾ നമ്മൾ ഒരാളോട് ഡിപ്പെൻഡന്റ് ആകുമല്ലോ. സോ അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പം അതുമല്ല നമ്മളുടെ ഒരു ഡ്രീംസ് ഉണ്ട്, അതെല്ലാം സ്റ്റോപ്പ് ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ആ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ എന്താ മീൻസ് ഇപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, ഈ കാണുന്ന സുബിയല്ല നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്, നല്ല കോൺഫിഡൻസ് ആയിരുന്നു, എന്തോ പറ്റിയെന്ന്. അമ്മ അങ്ങനെ എന്റെ ഒരു 13 years ബാക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ
എങ്ങനെ മീൻസ് ഐ ജസ്റ്റ് കട്ട് ഇറ്റ് ഓഫ് ഫ്രം ദി സോഷ്യൽ മീഡിയ എവറിഥിങ്. സോ പുള്ളിക്കാരൻ എന്നെ കണ്ട് പിടിച്ചു. He came to my house on a very പുള്ളിക്കാരൻ ഡൽഹിയിലാ, നാട്ടിൽ പന്തളം താമസിക്കുന്നതാ. അപ്പൊ പുള്ളിക്കാരൻ എങ്ങനെ എന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് എന്റെ വീട്ടിൽ വന്നു. ഒരു രാവിലെ ഒരു 8-9 മണി ആയപ്പോൾ എനിക്ക് സുബി എന്നെ ഓർക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കണ്ടപ്പോൾ ഐ വാസ് സോ സർപ്രൈസ്ഡ്. സോ പുള്ളിക്കാരൻ പറഞ്ഞു, എന്തോ പറ്റിയത്, നീ എല്ലാ സൈറ്റിൽ നിന്നും എല്ലാത്തിനും നീ ഓഫായി, എന്തോ കാര്യം. അങ്ങനെ പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ തന്നെ എനിക്കൊരു ജോലി വർക്ക് ഫ്രോം ഹോം കണ്ടുപിടിച്ചു. ബിക്കോസ് 3 പിള്ളേരായതുകൊണ്ട് വെളിയിൽ പോകാൻ പറ്റത്തില്ല. സോ there are actually very foundations. സോ അങ്ങനെ ഒരു ജോലി പുള്ളിക്കാരൻ തന്നെ എന്നെ ഏൽപ്പിച്ചു. അതിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിക്കോസ് ഐ ജോയിൻഡ് മൈ ഓഫീസ് വർക്ക് ഫ്രോം ഹോം ജോയിൻ ചെയ്ത് ആ ദിവസം ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഫോൺ വന്നു. ബിക്കോസ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു. പക്ഷെ ആ സമയത്ത് അവർ വിളിച്ച സമയത്തിൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു, പൈസ ഇല്ലായിരുന്നു, വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ജോലി കിട്ടപ്പം ഒരു ആഴ്ച എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് കർത്താവ് എല്ലാത്തിനും ഒരു നിയോഗമുണ്ട്. There's a plans which God create for you. ആ തക്ക സമയത്ത് തന്നെ പുള്ളിക്കാരൻ എനിക്ക് ഇവിടെ നിന്ന് സ്വാശ്രീക്ക് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര പൈസ അടിക്കണം? അപ്പൊ ആദ്യം അവർ പറഞ്ഞു 1000 rupees അടിക്കണം. 1000 rupees I bought from him only. He only told me, he gave me, വൈഫൈ ആയാലും നെറ്റ് ആയാലും എല്ലാത്തിന് പുള്ളിക്കാരൻ എനിക്ക് 2000 രൂപ തന്നു. പറഞ്ഞു, നിന്റെ അടുത്ത് പൈസ ആകുന്ന സമയത്ത് നീ എനിക്ക് തന്നാൽ മതി, ഇപ്പൊ എനിക്ക് വേണ്ട. നീ എപ്പോ തന്നില്ലേലും കുഴപ്പമില്ല, പക്ഷെ നീ നിന്റെ ഈ ഒരു മൈൻഡ് ഇങ്ങനെ പോയിരിക്കുന്നത് അതൊന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ പിന്നെ ഞാൻ ആ 2000 രൂപ കൊണ്ട് 1000 രൂപ ഞാൻ ഫീസ് അടിച്ചു. പിന്നെ നെറ്റ് റീചാർജ് ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തു. ഇപ്പൊ ഇത് 3ാമത്തെ മാസമാണ് ഫുൾ സാലറി എടുക്കുന്നത്. എന്നിട്ട് ഫീസും അടിക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇപ്പം പോകുന്നുണ്ട്. ഓക്കെ സുബി, നമുക്ക് ലൈഫിൽ അങ്ങോട്ട് എല്ലാവരുടെ ലൈഫിൽ അങ്ങോട്ട് ആളുണ്ടാവാം. അതങ്ങനെയാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ സുബി സംസാരിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി ആരത്താ? പറയൂ, സംസാരിക്കൂ. ഇനി ആരാ? ഞാൻ ആരെയും വിളിക്കില്ല കേട്ടോ, നിങ്ങൾക്ക് അത് സംസാരിക്കാം. ഇതിൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. എന്തേ ഒന്നും മിണ്ടാതെ ആരുമില്ല? എന്ത് പറ്റി? സൈലന്റ് ആണല്ലോ. കേൾക്കുന്നുണ്ടോ? അമ്മയോരിവ്? ഇതെന്താരും മിണ്ടാത്തെ? മഞ്ജു സംസാരിക്കും. മഞ്ജു എലിസബത്ത് ട്രാവലിംഗ് ആണ്. ഓക്കെ, മഞ്ജു രാകേഷ്. എന്താണ് ആരും എന്താ മിണ്ടാത്തെ? എന്ത് പറ്റി? ഇത് കഴിഞ്ഞ ഓണ സെലിബ്രേഷനെ കുറിച്ച് ചർച്ച വേണം. നാളെ ഓണ സെലിബ്രേഷൻ. ചർച്ച ചെയ്യാം. കമോൺ, പറയോ എന്താണ് ചർച്ച? ഞാൻ ഫ്രൈഡേ ഓണ സെലിബ്രേഷൻ വേണമെന്ന് കുറെ പേര് സംസാരിച്ചു. ഞാനത് പറയുകയും ചെയ്തു മിസ്സിനോട്. അപ്പൊ മിസ് അതിനുവേണ്ടി വന്നപ്പോ നിങ്ങൾ ആരും റെഡി അല്ല എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ? ഡേറ്റ് നമ്മൾ ഫ്രീ ആവണ്ടേ? നമുക്ക് വീട്ടില് പിള്ളേർക്ക് ഓണ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞാലല്ലേ ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പിള്ളേരൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ ഫ്രീ ആയി. നാളെ ഞങ്ങൾ മൊത്തം ഫ്രീയാ. ഞങ്ങള് ഗ്രൂപ്പ് കളറായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് ഗ്രീൻ ഗ്രൂപ്പാണ്. ഞങ്ങള് തകർക്കും. സർപ്രൈസ് ആണ്. നാളെ മിസ് വരണം. അത് കുഴപ്പമില്ല, ഞങ്ങക്ക് കാണാലോ. കണ്ടാ മതി, പിന്നീട് ആരും കണ്ടാ മതി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മിസ്. എന്റെ ബർത്ത്ഡേ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഈ കൊല്ലം നടന്നു. 27-ാം തീയതി ആയിരുന്നു. പിന്നെ കഴിഞ്ഞ 27-ാം തീയതി വിനായക ചതുർത്ഥിയിലാണ് ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ എന്താണ്, പിറ്റേ ദിവസം ട്രീറ്റ് കൊടുത്ത് ഞങ്ങളുടെ ഫാമിലീസിന് എല്ലാത്തിനും. അന്നത്തെ ദിവസം ചിക്കൻ ഒന്നും കഴിക്കാൻ പാടില്ല, വിനായക ചതുർത്ഥി ആവണ്ടേ, എന്നാണ് പാടില്ല. അന്ന് രാത്രി കേക്ക് മുറിച്ച്, ആദ്യമായിട്ടാണ് കേക്കൊക്കെ മുറിച്ചത് എന്റെ ബർത്ത്ഡേക്ക്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് 27-ാം തീയതി 28-ാം തീയതി സെലിബ്രേഷൻ ചെലവ് കൊടുത്ത്
ഇന്ന് എന്റെ അമ്മയുടെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അപ്പൊ അവിടെ ട്യൂഷൻ ക്ലാസ്സില് സെലിബ്രേഷൻ നടക്കുന്നത്. രാത്രി അമ്മയുടെ അച്ഛന്റെ കേക്ക് കട്ടിങ് ഉണ്ട്. യോഗ ക്ലാസ്സില് ഓണ സെലിബ്രേഷനാണ് 7-8. ഭയങ്കര ഹാപ്പിയാണ്. മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ മിസ് പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ തന്നെ എവിടെയും ഇങ്ങനെ ഒരു കാര്യത്തിൽ കല്യാണം കഴിഞ്ഞപ്പോ എല്ലാത്തിനും ഡൗൺ ആക്കി, എവിടെയും വിടാണ്ടായി. ഇപ്പൊ ഇത് ഈ കോഴ്സിൽ ചേർന്നേക്കണ തന്നെ എന്താ പറഞ്ഞ വഴക്കടിച്ചോണ്ടാ ചേർന്നേക്കണത്. അപ്പം ക്യാഷിന്റെ തരും, എന്നാലും ഒരു കണക്ക് പറച്ചിലുണ്ടാവും. മനസ്സിലായ? അപ്പം ഇത് ഡിഗ്രിയിൽ ജോലി കിട്ടിയിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ. അല്ലേ? നമ്മളെ ജോലിക്ക് വിടാത്തോണ്ടല്ലേ നമ്മൾ പോകാത്തത്. വിടുവോ ഇല്ല, എന്നിട്ട് ക്യാഷിന്റെ കണക്കും പറയും. പക്ഷെ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ ഞാൻ വിട്ട്. ഇനിയിപ്പൊ നമ്മൾ മുന്നോട്ട് ചിന്തിക്കാം, സന്തോഷം മാത്രം ചിന്തിക്കാം. അല്ലെ? അങ്ങനെ ചിന്തിച്ചിരിക്കണേ. ഞാൻ ഇത്രയും നാളും ചേട്ടൻ പറഞ്ഞ കേട്ട് എന്താ പറയുക, അങ്ങനെ പോണേന്ന്. പുറത്തൊക്കെ വിടാൻ ഭയങ്കര മടിയാ മിസ്സേ. അങ്ങോട്ട് തിരിയല്ലേ ഇങ്ങോട്ട് തിരിയല്ലേ, ഫോൺ ചെയ്ത് പറയണം പുറത്തിറങ്ങുമ്പോ, തിരിച്ച് വീട്ടിൽ വരുമ്പോ ഫോൺ ചെയ്ത് പറയണം. ഇതൊക്കെ റെക്കോർഡ് ക്ലാസ്സാണ്, ഇതൊക്കെ ചേട്ടനെ കേൾപ്പിച്ചു കൊടുക്കരുത്. ഞാൻ പറയണ ഭയങ്കര സ്ട്രിക്റ്റാ. ഭയങ്കര പെണ്ണുങ്ങൾ പുറത്തിറങ്ങണേ ഇഷ്ടമല്ല, അങ്ങനത്തെ ഇല്ല. പക്ഷെ ഞാൻ എറണാകുളത്ത് ജനിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ അല്ലെന്ന് പുള്ളിക്ക് നല്ലോണം അറിയാം. മനസ്സിലായ? അറിയാം. എന്നാലും ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡ്രൈവിംഗ് ഒന്നും എടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കണ്ട, എന്നെ വിട്ടിട്ടില്ല. ഇപ്പം എന്തായാലും എടുക്കണം. അതൊക്കെ എന്താ കാര്യം? എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലം പോലും ഇന്ന സ്ഥലം വരെ പോകാൻ, മെയിൻ റോഡിൽ പോകാൻ പാടില്ല. പിന്നെ എന്തിനാ ഞാൻ ലൈസൻസ് എടുക്കണേ? അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ വഴക്കടിക്കണ്ട, അവന് എടുത്തില്ല. പക്ഷെ ഇപ്പൊ ഈ കൊല്ലം എന്തായാലും മോള് ലൈസൻസ് എടുക്കാൻ മോളുണ്ട് 18 വയസ്സായി. അവളുടെ കൂടെ പോയി ഞാനും എടുക്കണം തീരുമാനിച്ചിരിക്കണേ. ജനുവരി ആവും അവൾക്കാവൻ. എന്തായാലും ഇപ്പൊ ഒരു കാശ് ചെലവാക്കണ്ടല്ലോ മോണ്ടിസോറിയുടെ. എല്ലാം കൂടെ ഒരുമിച്ച് ഭാരം കൊടുക്കണ്ട, പാവോ ഞാൻ. അതുകൊണ്ട് ഞാൻ വിട്ടേക്കോ, അല്ലെങ്കിൽ ഞാൻ പോയി എടുക്കണം എന്ന് വിചാരിച്ചതാ. അപ്പൊ പറഞ്ഞു ഞാൻ ഇപ്പൊ മിണ്ടാതിരിക്കണേ, മോളുടെ ഒപ്പം പോകാന്നുണ്ട്. ഒറ്റക്കൊന്നും വിടില്ല മോളെ. അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര ടോർച്ചറിങ്ങാ. സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര വായാടിയാ മിസ്സേ. ആരും മിണ്ടല്ല, അതാ ഞാൻ കയറി മിണ്ടിയത്. ശരി, ആരും മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്തെ? ചിരിക്കുന്നില്ല, അവരും മിണ്ടുന്നില്ല. ഒരു കോമഡി പീസാ. എന്തെങ്കിലും ആവട്ടെ, ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്ന നമുക്ക് വലിയ കാര്യമല്ലേ. പിന്നെ ഓക്കെ ഓക്കെ. വിനീഷ് പി വി അല്ല രഞ്ജിത, അത് ഹസ്ബൻഡിന്റെ പേര്. അത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ കയറി, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട്. അപ്പോ ടോപ്പിക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അറിയാത്തോണ്ട്. അത് ചോദിച്ച് കൺഫേം ആക്കി വരുമ്പോഴത്തേനും മഞ്ജു സംസാരിച്ചു തുടങ്ങി. അതാ പിന്നെ ഞാൻ പറയാതെ. പറയൂ. അപ്പോ എന്താണ് മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം? മറക്കാൻ പറ്റാത്ത നിമിഷം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ഹസ്ബൻഡിന് ഒരു 5000 രൂപ കടം കൊടുത്തു. അതാണ് എനിക്ക് ഏറ്റവും ഞാൻ ഭയങ്കര അച്ചീവ്മെന്റ് പോലത്തെ ഒരു ഡേ. അതാണ് നമുക്ക് മറക്കാൻ പറ്റാത്തത്. അതായത് ഞാന് അതെ അതെ എന്താന്ന് വെച്ചാ, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു എന്റെ കല്യാണം. ഡിഗ്രി കംപ്ലീറ്റ് ഏപ്രിൽ കംപ്ലീറ്റ് ചെയ്തു, മെയ്യില് കല്യാണം. ഞാനിത് ഓൾറെഡി മിഡ്രോസ് മിസ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ ഒരു ലൈഫ് ഇത് മാതിരി. അപ്പൊ ഇവർക്ക് ബോറടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാന് കല്യാണം കഴിഞ്ഞു, PG ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയർ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് അപ്പോഴത്തേന് കണ്ണൂർ യൂണിവേഴ്സിറ്റി മാറി, ഇഗ്നോ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ആയി. മൊത്തത്തിൽ എല്ലാം ചേഞ്ച് ആയി. പിന്നെ എനിക്ക് ഡെലിവറി പ്രഗ്നൻസി പീരീഡും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പൊ എനിക്ക് സപ്ലി വന്നു, ഞാൻ പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാന് മോനൊക്കെ ആയി, മോൻ അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതല്ലേ, വെറുതെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അക്കൗണ്ടിങ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് ചെയ്തു, ഫോറിൻ അക്കൗണ്ടിങ് ഇന്ത്യൻ അക്കൗണ്ടിങ് കൂടെ. അവിടെ നിന്ന് എനിക്ക് പ്ലേസ്മെന്റ് ബേസ്ഡ് ഒരു സ്ഥാപനത്തില്, പ്രൈവറ്റ് ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. അവിടെ നിന്ന് തന്നെ പ്ലേസ്മെന്റ് ആക്കിയത്. അപ്പൊ അവിടെ നിന്നും എനിക്ക് കുറച്ച് മോശം അനുഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായത്. പക്ഷെ ഞാൻ അവിടെ എനിക്ക് കണ്ടിന്യൂസ് പോകാൻ പറ്റിയില്ല. അതും പറയണോ, അതൊക്കെ ഇവർ ഓൾറെഡി കേട്ടിട്ടുണ്ട്, മിസ് കേട്ടിട്ടില്ല. അപ്പോ പിന്നെ അവിടുന്നും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക്
ജോലി ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പൈസ വേണം എന്ന് വെച്ചാൽ എനിക്ക് ആരുടെ മുമ്പിൽ ഇങ്ങനെ പോയി താ 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 എന്ന് ചോദിക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോ ഇത് ഒക്കെ കൊണ്ട് ഞാന് ഹസ്ബൻഡും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പൊ ഞാൻ പോയി. കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ഏരിയ പഠിച്ചു എന്നല്ലാതെ നമ്മൾ ഇതൊന്നും എവിടെയും ഇതൊന്നും എവിടെയും പരീക്ഷിച്ച് നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു മേഖല എന്നെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ പോയി. പക്ഷെ എന്റെ ഹസ്ബൻഡ് ചോദിക്കാൻ എന്നോട്, എനിക്ക് ആകെ 10,000 രൂപ ശമ്പളമുള്ളൂ. അപ്പോ പുള്ളിക്ക് പൈസ ഉണ്ട്, ആവശ്യത്തിനുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവാ. പക്ഷെ എന്നോട് ഒരിക്കൽ കടം ചോദിച്ചു. എനിക്ക് പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. എന്നുവെച്ചാ നമ്മളൊരു മണ്ണിനും പെണ്ണിനും കൊള്ളില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു മൊത്തത്തിൽ ഹസ്ബൻഡിന്റെ കുടുംബത്തിന്. എന്ന് വെച്ചാൽ അവരൊക്കെ നല്ല വെൽ സെറ്റിൽഡാ, ജോലി ഉണ്ട് എല്ലാവർക്കും, ചെറുതാണെങ്കിലും പറയാനൊരു ജോലി ഉണ്ട് എല്ലാവർക്കും. ഞാൻ മാത്രമാണ് കുറച്ച് എന്താ പറയാ, കയ്യിലൊരു വരുമാനം ഇല്ലാതെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മളൊരു ഫംഗ്ഷന് പോയാൽ കൂടെ ഡിഗ്രി വരെ പഠിച്ചതല്ലേ, ജോലിയൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഡയറക്റ്റ് പറയില്ലെങ്കിലും അങ്ങനെ പറയുമ്പോൾ അവരുടെ കൂടെ കൂടും. അത് തന്നെ, എവിടെയെങ്കിലും ശ്രമിച്ചാലല്ല അങ്ങനെ ഒരു ടോക്ക് വരും. അപ്പൊ നമുക്ക് അവര് പറയും മോട്ടിവേഷൻ ആയിക്കോട്ടെ മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് പറയും. പക്ഷെ നമുക്കറിയാലോ മോട്ടിവേഷൻ അല്ലത്, ശരിക്ക് ഒരു കൈൻഡ് ഓഫ് ഇൻസൾട്ടിങ് അങ്ങനെ പറയാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എനിക്ക് ഈ ഒരു ജോലി 10,000 എങ്കിൽ 10,000, എനിക്ക് മാസം 2 ബസ് മാറിക്കറി കുറച്ച് ദൂരം ഉണ്ടോ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നിടത്ത്. അപ്പൊ എനിക്ക് ബസ് ഫെയറും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും മന്ത്ലി ആ തരുന്ന പൈസയുടെ പകുതി പൈസ എനിക്ക് അങ്ങനെ തന്നെ ചെലവാകും. ബസ് ഫെയർ മാത്രമല്ല, നമ്മൾ പോകുമ്പോൾ സാധനം വാങ്ങിക്കണം, വീട്ടിൽ കുഞ്ഞുണ്ട്, അവന്റെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ എനിക്ക് ആ ഒരു പോകുന്ന ടൈമിൽ മോന്റെ സ്കൂൾ വണ്ടിക്കൂലി, അവന്റെ ഫീസ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലൈഫിൽ കരിയർ വൈസ് അതൊരു മെമ്മറിയാണ്. അല്ലാതെ ലൈഫ് ലോങ് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ കരിയർ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. Okay, just wait a second. Okay, ma'am. Okay. അയ്യോ, പേരെന്തായിരുന്നു? വിനീഷ്, പേര് പറയൂ. രഞ്ജിത. എന്തോ? രഞ്ജിത. 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 ഓക്കെ, അപ്പോ അത് ഒരു പ്രൗഡ് മൊമെന്റും കൂടെയാണ് അല്ലെ? അതെ അതെ അതെ. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലേ. ഒരു പിന്നെന്താണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഇൻസൾട്ടിങ് ആണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ, അതറിയാം നിങ്ങൾക്ക്. അതെ അതെ, അത് ഇതിന്റെ കൂടെ വേണേ കോട്ട് ചെയ്ത് പറയാം. അതാണ് നീ കളിയാക്കലാണ്. കളിയാക്കൽ നിന്നാണ് നമ്മൾ ലൈഫ് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യും. കളിയാക്കിയാൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരും. അതെ അതെ, കളിയാക്കൽ. പക്ഷെ പുള്ളി ഭയങ്കര സപ്പോർട്ടായിരുന്നേ, പഠിക്കാനാണെങ്കിലും PG വേണേ നീ ചെയ്തോന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് സ്കൂള് തൊട്ട് ഞാൻ അങ്ങനെ എക്സാമിനൊന്നും അധികം ഫെയിൽ ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഭയങ്കര പഠിപ്പി അങ്ങനെയല്ല, അങ്ങനെ പൊങ്ങച്ചല്ല, ആവറേജിന്റെ മുകളിൽ ഞാനൊരു മാർക്ക് എപ്പോഴും വെക്കും. എന്ന് വെച്ചാൽ എനിക്ക് എക്സാമിന് വരും അയ്യോ ഞാൻ പൊട്ടും അങ്ങനെയൊന്നും എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ പാസ്സാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഞാൻ PG ഫസ്റ്റ് ഇയർ പോയപ്പോ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻസി പീരീഡ് ആണ്, ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ എനിക്ക് ഇതില് രണ്ട് സപ്ലി, എനിക്ക് തോന്നുന്നു 2-3 സപ്ലി ഞാൻ കിട്ടി. അപ്പൊ എനിക്ക് ഫുൾ കോൺഫിഡൻസ് പോയി. എനിക്ക് അത് എന്താ പറയാ, കണ്ടിന്യൂ പഠിക്കാനൊരു മൂഡേ ഇല്ലായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് അത് വിട്ടു. പിന്നെയാണ് ഇതിന് പോകുന്നത്, അക്കൗണ്ടിങ്ങിന് പോകുന്നത്. അവിടുന്നും ഞാൻ 1 വർഷവും 2 മാസം ജോലിക്ക് പോയത് കറക്റ്റ്. എനിക്ക് പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഞാൻ അവിടെ നിന്നും ഡ്രോപ്പ് ഔട്ട് ചെയ്തപ്പോൾ
പുള്ളി എപ്പോഴും സപ്പോർട്ടായിരുന്നു. ഇതൊന്നും പറഞ്ഞില്ല, കുറവായിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തോ അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇത് കേട്ടിട്ട് വന്ന് മോങ്ങുമ്പോ എന്നോട് പറയും, എന്തിനാ മോങ്ങുന്നേ, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനത്തെ കാര്യത്തിലൊക്കെ പുള്ളി സപ്പോർട്ടായിരുന്നു. പിന്നെ 2 ഏട്ടത്തിമാരുണ്ട്, അവരൊക്കെ തയ്യൽ സ്റ്റിച്ചിങ് ഉണ്ട്, അപ്പൊ അവർക്കും അങ്ങനെ വരുമാനമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും ഒരു മെഷീനൊക്കെ വാങ്ങി തന്നു, തയ്യൽ മെഷീനൊക്കെ വാങ്ങി തന്നു. നിനക്ക് തയ്ക്കണോ, നീ തയ്ച്ചോന്നു എനിക്കും മെഷീൻ വാങ്ങി തന്നു. പിന്നെ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ പൈസ എനിക്ക് വേണ്ടുന്ന പൈസ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതിലൊക്കെ പുള്ളി സപ്പോർട്ടിങ് ആണ്. നമുക്ക് നമ്മള് എന്താണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കിയാൽ തന്നെ കുറേക്ക് അല്ലെ, നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ നമുക്ക് നടത്താൻ പറ്റണം. ഇപ്പോ ഹസ്ബൻഡോട് പറഞ്ഞ് നടത്തി തരും, അത് ഓക്കെ. പക്ഷെ എന്നാലും അല്ലെ, നമുക്ക് നമ്മുടെ കയ്യിലെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെറുതായി വലുതാണെങ്കിൽ ആക്കിയോട്ടെ അല്ലെ, നമുക്ക് ആരോടും ചോദിക്കാതെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അതൊക്കെ ഭയങ്കര നമുക്ക് സന്തോഷം കിട്ടുന്ന കുറെ ചെറിയ കാര്യങ്ങളാണ് അല്ലെ. അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്യുന്നതും അതിനു വേണ്ടിക്ക് തന്നെയാണ്. ഫിനാൻഷ്യൽ ഒന്ന് ഡിപ്പെൻഡ് ആകാ അല്ലെ, ഇൻഡിപെൻഡന്റ് ആകാ അല്ലെ. അത് മാത്രല്ലല്ലോ, നമുക്ക് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ വേറെ അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. നമുക്ക് ഫാമിലി കുറച്ചു നേരമെങ്കിലും നമ്മള് എല്ലാ ടെൻഷൻ ആണെങ്കിലും നമ്മൾ മറക്കും. വേറെ ലോകമാണ് ജോലിക്ക് പോകുമ്പോൾ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ വേറൊരു ലോകമാണ് അല്ലെ. കുറെ എന്താ ടെൻഷൻ ആണെങ്കിലും സങ്കടം ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മറന്നിട്ടാണ് വരുന്നത്. പിന്നെ റിട്ടേൺ പോകുമ്പോഴാണ് നമ്മളിത് ഓർക്കുക. പക്ഷെ ആ സമയം നമ്മൾ ഭയങ്കര ഹാപ്പി അല്ലേ അല്ലെ. നമുക്ക് എല്ലാവരും സ്വന്തം നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അത് നമ്മളെ സ്നേഹിക്കണം. ലവ് യുവർ സെൽഫ് എന്ന് പറയാം അല്ലെ. എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മളത് മാത്രം നമ്മൾ സ്നേഹിക്കാറില്ല. ശരിയാണ്, പെണ്ണുങ്ങൾ അങ്ങനെയാണ് പൊതുവേ. നമ്മുടെ കാര്യം നമ്മൾ നോക്കാറേ ഇല്ല. അത് എങ്ങനെയാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ഇഷ്ടം എന്താണെങ്കിലും, ഫുഡ് കഴിക്കാനാണെങ്കിലും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാനാണെങ്കിലും നമ്മൾ നോക്കാറേ ഇല്ല. പക്ഷെ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മണ്ടത്തരല്ലേ അല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സിന് അങ്ങനെ പറയാന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുക അതൊക്കെയാണ്. പക്ഷെ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് അത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് മക്കളുണ്ട്, ഹസ്ബൻഡാണ് അല്ലെ, നമുക്ക് ഫാമിലി അങ്ങനെയാണ്. ഇപ്പൊ എന്തെങ്കിലും നല്ലൊരു ഫുഡ് കിട്ടിയെന്ന് വിചാരിക്കൂ, അവർക്കായിരിക്കും കൊടുക്കുക നമ്മള് അല്ലെ. നമ്മൾ കഴിച്ചില്ലെങ്കിലും അവര് കഴിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കടമയാണെന്നൊക്കെ പറയും അല്ലെ. നമ്മൾ അങ്ങനെയാണ് പൊതുവെ. നമ്മുടെ അമ്മമാരും അങ്ങനെ തന്നെയാണ് ചെയ്ത് കണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അന്ന് നമ്മുടെ അമ്മമാരങ്ങനെ ചെയ്തു, ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ നമുക്ക് തന്നെ ആരെങ്കിലും ഉണ്ടോ? അത് ആലോചിച്ച് നോക്കി. നമ്മുടെ അമ്മമാര് നമുക്ക് തന്നു, നമ്മ ശരിക്കും അമ്മമാർക്ക് കൊടുക്കണ്ടേ? നമ്മൾ കൊടുക്കാറുണ്ടോ? ഒരിക്കലുണ്ട് അല്ലെ. നമ്മൾ കുറെ റിയലൈസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഹെൽത്ത് ആണ് കേട്ടോ. അമ്മയോടാണെങ്കിലും മക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. മനസ്സിലായോ? എല്ലാവരും ഉണ്ടാകും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. അത് ഓരോരുത്തരും ചിന്തിച്ചാൽ തന്നെ ലൈഫ് ഓക്കെ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ അമ്മമാരെ കണ്ടാണ് നമ്മൾ വളരുന്നത് അല്ലെ. എന്റെ അമ്മയൊക്കെ അങ്ങനെയാട്ടോ. ഞാൻ നിങ്ങളുടെ ഈ പറയുന്നത് എന്റെ അമ്മയൊക്കെ അങ്ങനെയാ. ഞാൻ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ കഴിക്കണം. പക്ഷെ ഞാനൊന്ന് പറയുമ്പോ അങ്ങനെയല്ല, കഴിക്കണം. കാരണം അമ്മയ്ക്ക് ആരോഗ്യത്തിന് വയ്യാതായാലും നമുക്ക് പോയി നോക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നമ്മുടെ എല്ലാം മാറ്റി വെച്ചിട്ട് പോയി നോക്കാൻ പറ്റുമോ? പോസിബിൾ ആണോ അത്? നമ്മുടെ ലൈഫ് അവിടെ ചിലപ്പോ ബ്രേക്ക് ആവും അല്ലെ. കാരണം നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. അത് നമ്മുടെ ജോലി കൊണ്ടായിരിക്കാം പോവുക. ആ സമയത്ത് നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് എങ്ങനെയാണ്? പറ്റായികയൊന്നുമില്ല. പക്ഷെ ഒരുപാടായി കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ആലോചിച്ച് നോക്കി. ഇതെല്ലാം റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, സാക്രിഫൈസ് ചെയ്യാം, ഓവർ ആവരുതെന്ന് മാത്രം. അത് മക്കളോടും പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതും ശ്രദ്ധിക്കണം, മസ്റ്റ് ആണ്. എല്ലാം വേണം. അതുപോലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പാമ്പറിങ് ചെയ്യാം. എല്ലാവർക്കും കുറച്ചുകൂടി സുന്ദരിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടോ? ഡ്രസ്സിങ്ങിലാണെങ്കിലും അല്ലാതെ പേരൻസിനാണെങ്കിലും അല്ലെ. നമുക്കതൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ അങ്ങനെ പോകുമ്പോ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും പൊതുവെ
ശരിയല്ല ഞാൻ പറയുന്നത്. നമ്മൾ കണ്ണാടിയിൽ നോക്കി നമുക്ക് തന്നെ പെർഫെക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകാൻ ഒരു പ്രത്യേക ഒരു ധൈര്യമാണ്. ശരിയല്ലേ? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് പൊതുവേ നമ്മുടെ ഡെലിവറി കഴിഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മൾ ഫിസിക്കലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും. പിന്നെയും ഒന്ന് റിട്ടേൺ ബാക്ക് ടു നോർമലിലേക്ക് വരുത്താന്ന് പറയുന്നത് പോസിബിൾ ആണ് കേട്ടോ, നമ്മൾ വിചാരിച്ചാൽ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കണം. അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ മാറും, നമ്മൾ സന്തോഷമാവും. ഞാൻ എന്റെ പേഴ്സണൽ കാര്യം ഞാൻ വേണമെങ്കിൽ പറയാം. ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കണ്ണം വെച്ചു ബാക്കി എനിക്ക് തന്നെ കണ്ണാടി നോക്കാൻ ഇഷ്ടക്കേടായി. കാരണം നമുക്ക് തന്നെ അയ്യോ ഞാൻ ഇങ്ങനെ ആയോ എന്നൊക്കെ ഒരു ചിന്ത വരും. അത് ഡിപ്രഷനിലേക്ക് പോവാം. ഒരുപാട് ഡിപ്രഷൻ ഭയങ്കര അറിയാലോ നമുക്ക് അതിനകത്ത് ഹോർമോണൽ ബാലൻസിലേക്ക് പോയിരുന്നു, ഡിപ്രഷനിലേക്ക് പോകും. ഒരുപാട് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ടൈം ആയിരുന്നു അത്. കുറെ ഇങ്ങനെ നമ്മൾ വേണ്ടാത്ത ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടുമല്ലോ. അതിനിടയിൽ നമ്മുടെ ബോഡി ഇങ്ങനെ ആയിട്ട് എനിക്ക് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ട് വരാ ഡ്രസ്സ് ഒന്നും നമുക്ക് പറ്റാതെ വരും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടാൻ പറ്റാതെ വരും. അതൊക്കെ ഭയങ്കര വിഷമമാണ് പൊതുവെ. പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നേ. ഭയങ്കര പിന്നെ നമുക്ക് നമ്മള് ബിഫോർ പ്രഗ്നൻസി ആഫ്റ്റർ പ്രഗ്നൻസിയും അത് കുട്ടിക്ക് വേണ്ടിയാണ്. പക്ഷെ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും അല്ലെ? കുട്ടി കൂടെ ഉള്ളപ്പോ നമ്മൾ അവളെ ഫീഡ് ചെയ്യുന്നു, അതിന്റെ തിരക്കുകളും കാര്യങ്ങളെല്ലാം ആയി അതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നോക്കുമ്പോ എന്താണ് നമ്മൾ ആകെ മൊത്തത്തിൽ മാറി. തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളത് മാക്സിമം തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അത് പിന്നെ എനിക്കുണ്ടായ നമുക്ക് തന്നെ ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും, എല്ലാം പറ്റും. ഇപ്പൊ മോള് 3 വയസ്സായപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ജോലിക്ക് കുറച്ചുകൂടെ നോക്കാന്നുള്ള രീതിയിൽ വന്നേ. അങ്ങനെ വന്നു. എന്താണ് ജോലിക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മള് ടോട്ടലി ചേഞ്ച് ആയി, നമ്മുടെ മൈൻഡ് ചേഞ്ച് ആയി. നമ്മുടെ വീട്ടിൽ തന്നെ അല്ലല്ലോ. അപ്പൊ ആ ടെൻഷനൊക്കെ മാറിയിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് മാറി. അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ എന്റെ ബോഡി ആണെങ്കിലും മൈൻഡ് ആണെങ്കിലും ചേഞ്ച് ആയത് കേട്ടോ. അല്ലാതെ ഞാൻ എത്ര ഡയറ്റ് എടുത്തിട്ടാണെങ്കിലും നമുക്ക് വീട്ടിലൊന്നും നടക്കില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേറെ ലൈഫാണ്. ചുറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോ ചിലപ്പോൾ പുറത്ത് ആരെങ്കിലും നമ്മൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആകാം, എങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ടൈം എല്ലാം ടൈം കറക്റ്റ് ഒരു ഷെഡ്യൂൾ വരും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, കറക്റ്റ് ടൈമിങ്ങിനായിരിക്കും. പക്ഷെ വീട്ടിലാണെങ്കിൽ ടൈമിംഗ് ഒക്കെ തെറ്റും. അതിനിടയിൽ സ്നാക്സ് കഴിക്കും, ക്രേവിങ്സ് വരും. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ ബോഡി കുറച്ചുകൂടെ അങ്ങനെ ആവുന്നത്. പക്ഷെ ഒരു ജോലിക്ക് വർക്കിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആൻസർ എല്ലാ കാര്യങ്ങളും ചെയ്യും. എക്സസൈസ് ആണെങ്കിലും നമ്മുടെ ഹെൽത്തി ഫുഡ്സ് നമ്മൾ എടുക്കാനാണെങ്കിലും ഇതൊക്കെ നമ്മൾ നോക്കും. അങ്ങനെയാണ് കുറച്ചുകൂടെ ഒക്കെ മാറിയത്. സോ നമ്മളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ, എല്ലാം പറ്റും. നമ്മൾ വിചാരിക്കണം എനിക്ക് ഇങ്ങനെയൊക്കെ ആകണം, എനിക്ക് ഇവിടേക്ക് എത്തണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ അവിടെ എത്തും. ഷുവർ ആണ്. എല്ലാ ദിവസവും സ്വപ്നം കാണും, ആഗ്രഹിക്കുക. ഒരു ഡ്രീം പോലെ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്താകണം ഇങ്ങനെ ആലോചിക്കുക. ഞാൻ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു. പ്രസന്റ്ലി ചെയ്യുന്ന പോലെ നിങ്ങൾ ആലോചിക്കുക. ഓരോ ദിവസവും രാവിലെ എപ്പോഴെങ്കിലും നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെ ആലോചിക്കുക. അത് ഒരു ദിവസം നടക്കും, ഷുവറാണ്. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ എന്നെ ആലോചിക്കും. മനസ്സിലായോ? ഉറപ്പാണ് കേട്ടോ. എന്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ്. മനസ്സിലായോ? ചെയ്യൂ. ഓക്കെ, ഏതെന്ത് ചെറിയ കാര്യമാണെങ്കിലും ആഗ്രഹിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ലൈഫ് ഒന്നേ ഉള്ളൂ, അത് മറക്കരുത്. നമ്മുടെ ലൈഫിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, എത്ര നാൾ നമ്മൾ ജീവിക്കുമെന്നും ഒന്നും പറഞ്ഞിട്ടല്ല നമ്മൾ പോന്നിരിക്കുന്നത്. ഒരു ഗ്യാരണ്ടി ഇല്ല. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെ ഞാൻ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചാണ് കേട്ടോ. എനിക്കും പാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് എല്ലാം റിയലൈസ് ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ വെറുതെ ഒന്നും ഇരുന്ന് പറയുന്നല്ല കേട്ടോ. സോ മനസ്സിലാക്കുക, ലൈഫ് ഒന്നേ ഉള്ളൂ. നമ്മൾ വന്നത് ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്കാണ്. നമ്മൾ തിരിഞ്ഞു നോക്കി നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. സോ അങ്ങനെ ഒരു റിഗ്രറ്റോട് കൂടി നിങ്ങൾ ജീവിക്കാതിരിക്കും. ഒരിക്കലും ഞാൻ റിഗ്രറ്റ് വരരുത്. എനിക്ക് നമുക്ക് തന്നെ സമയം വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് നടത്താൻ പറ്റണം. ആ രീതിയിൽ ലൈഫ് നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ഓക്കെ, നമ്മൾ കാരണം ആരും ഹേർട്ട് ആകരുത്. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളെ ഹേർട്ട് ആകാൻ ഒരുപാട് പേരുണ്ടാകും. ചുറ്റിനുള്ളവർ അങ്ങനെയൊക്കെ തന്നെയാണ്. നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും നമ്മളെ ഹേർട്ട് ആക്കാൻ എളുപ്പമാണ്. നമ്മളെ ഹേർട്ട് ആകുകയും ചെയ്യും. പക്ഷെ നമ്മളെ ഹേർട്ട് ആക്കാൻ ഒരുപാട് പേരുണ്ടാകാം. നമ്മളെ കൊണ്ട് ആരും ഹേർട്ട് ആകരുത്. അത് മാത്രം നിങ്ങൾ ചിന്തിക്കും.
ഓക്കെ, അതേ പറ്റും. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണെന്നേ. എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിച്ച് നമ്മൾ ജീവിക്കാൻ നോക്കിയാൽ നടക്കാത്ത കാര്യം. അവരെന്ത് പറയും ഇവരെന്ത് പറയും നോക്കിയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. ശരിയല്ലേ? നമ്മളെ ഇപ്പൊ ഞാനും നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ്. എനിക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു കുറെ നാള്. അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 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 ടൈം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം എന്താ. നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും ഈ പറയുന്ന ആരെങ്കിലും നമ്മളെ സഹായിക്കും? ആരെങ്കിലും ഉണ്ടാവും? നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല, വീട്ടുകാരുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ സെൽഫ് ലവ് ചെയ്യാം. നമ്മളെ തന്നെ സ്നേഹിക്കാം കുറച്ചെങ്കിലും. അതൊക്കെ പഠിച്ച് ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ നന്നായിട്ട് തോന്നിയ പല കാര്യങ്ങളാണ് ഞാൻ എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോ നിങ്ങൾക്ക് ബോറടിക്കാം, ചിലപ്പോ നന്നായിട്ട് തോന്നാം. അത് എനിക്കറിയില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസും എനിക്ക് തോന്നിയ കാര്യങ്ങളും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മായിയമ്മയെ പൊട്ടിച്ചാണ് മണ്ടത്തരാണ്. ഞാൻ പറയുന്നില്ല, മണ്ടത്തരാണ് കേട്ടോ. ഓക്കെ, അവരൊക്കെ ലൈഫ് ഒരുവിധമൊക്കെ ആയിന്നേ. അവർക്ക് ഇനി എന്ത് നോക്കാനാ? നമ്മൾ അങ്ങനെയാണോ? നമുക്ക് എന്തെല്ലാം ഇത്ര നാള് അറിയില്ല. പക്ഷെ എന്നാലും ജീവിക്കുക. നമ്മൾ ആരെയും ഹേർട്ടാക്കാതിരുന്നാൽ മാത്രം മതി. പക്ഷെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്, അത് വേറെ കാര്യം. ഓക്കെ, അവർക്കത് ചെയ്യാൻ ഇഷ്ടമല്ല, അവർക്കത് ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കരുത്. നമ്മുടെ സന്തോഷം എന്താണോ അത് ആരെയും ഹേർട്ടാക്കാതിരിക്കും നമ്മൾ ചെയ്യാം. അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും സർട്ടിഫിക്കറ്റ് കൊണ്ടും അല്ല നമ്മൾ ജീവിക്കുന്നത്. ആരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായോ? കുറെയൊക്കെ മനസ്സിലാക്കാം, റിയലൈസ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്യാം. കുറെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം, മനസ്സിലാക്കിപ്പിക്കാം. ഓക്കെ, എന്താണ് ആരും എന്ത് പറഞ്ഞല്ലോ? നമുക്ക് തോന്നുകയാണ് നമ്മളാണ് വീട്ടിലത്തെ എല്ലാതും, നമ്മളുണ്ടെങ്കിൽ എല്ലാതും നടക്കുള്ളൂ. നമ്മളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് തോന്നുകയാണ്, നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊക്കെ. പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. മീൻസ് 1 or 2 ദിവസം ഇപ്പൊ നമ്മൾ ജോലിക്ക് പോയി പഠിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കുട്ടികളും ആരായാലും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും ഒക്കെ ചെയ്യും, ഫുഡ് എടുത്ത് കഴിക്കാനും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളിത് സ്വയം തലയിൽ വെച്ചിരിക്കുകയാണ്, നമ്മളെല്ലാതും ആണ്, നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും, അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും പോവാൻ പറ്റില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുക. ആ ഒരു ചിന്തയാണ് നമ്മളെല്ലാവരും മാറ്റേണ്ടത്. അതെ, അത് മാത്രല്ല ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുക മക്കളെ. മനസ്സിലായ? ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളോടും കൂടി എനിക്ക് പറയാനുള്ള കാര്യം. നമ്മൾ ഇത്രയും നാളെ ഡിപ്പെൻഡ് ചെയ്തെന്ന് വന്നെങ്കിലും ഇനി ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കണം. ആരില്ലെങ്കിലും നമ്മൾ ജീവിക്കണം. നമ്മളില്ലെങ്കിൽ നമ്മുടെ മക്കള് ജീവിക്കും. അങ്ങനെയാണ്, അത് പ്രകൃതി അങ്ങനെയാണെന്നേ. മനസ്സിലായോ? ഇപ്പോ കുറച്ചു പേരുടെ എല്ലാം അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യില്ലായിരുന്നു. എന്റെ ഹസ്ബൻഡ് അബ്രോഡാണ്. ആള് പോയ പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു. ഞാൻ അത്യാവശ്യം ബോൾഡായി. കാരണം ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ബോൾഡ്നെസ് വരാം. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമ്മള് ഒരു പോയിന്റ്, ഒരു ടൈം വരുമ്പോ നമ്മള് ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെയാണ് ലൈഫ്, അങ്ങനെയാണെന്നേ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണം. മക്കളെയും ഒറ്റക്ക് എല്ലാം ചെയ്യിക്കാൻ പഠിപ്പിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ ഓക്കെ ആണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് നിങ്ങളോടെല്ലാം പറയാൻ പറ്റുമോ? എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. എന്നെ കേൾക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. സോ അവരോട് പറഞ്ഞു കൊടുക്കാം, നല്ലതാണെന്ന് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ക്ലാസ് ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഓക്കെ, കുറച്ച് പേർക്കൂടെ സംസാരിക്കണം എന്നുണ്ട് ഇപ്പോ, അങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ചുകൂടെ കണക്റ്റഡ് ആവാനുണ്ട്. സോ നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. സൈൻ ഔട്ട് ആരാ പറയാ? സൈൻ ഔട്ട് ഉണ്ടോ? ഞാനാ മാം, വിദ്യ. ഓക്കെ, Thank you, ma'am, for enriching us with your valuable knowledge. So much learning, so much fun, so much laughter. Thank you, ma'am. ഓക്കെ. അപ്പോ എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്തായാലും വെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക എല്ലാവരും. നാളെ സെലിബ്രേഷനെ പറ്റിയാൽ ഞാൻ ജോയിൻ ചെയ്യാം.
ഉറപ്പൊന്നുമില്ല കേട്ടോ. എനിക്ക് ക്ലാസ് ഉണ്ട് 1:30 തന്നെ ക്ലാസ് ഉണ്ട്, ഷുവർ അല്ല. എന്നാലും ഞാൻ ജസ്റ്റ് വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോവാം. ഓക്കെ, ആ ക്ലാസ്സിൽ നിന്ന് നൈസ് ആയിട്ട് ലെഫ്റ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് വന്ന് ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോ എൻജോയ് ചെയ്യാം, സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ഓണം ടു ഓൾ. നാളെ 1:30 നിങ്ങൾ നോർമൽ 1:32 ആണ് കേട്ടോ. ഹാപ്പി ഓണം മാം. ഓക്കെ ഓക്കെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മാം. Okay, happy Onam to all. Happy Onam, ma'am. Okay, thank you. See you next time. ഹാപ്പി ഓണം മാം. Okay, bye. Next class എല്ലാവരും സംസാരിക്കണം കേട്ടോ. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? Okay, so thank you all. See you on the next class. Okay, bye.